1995 വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയുള്ള ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. 95 നിയമത്തിൽ നിന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ പരിശോധിക്കാം. നിലവിൽ വഖഫായി കണ്ടെത്തിയിട്ടുള്ള സർക്കാർ ഭൂമി വഖഫ് അല്ലാതായി മാറുമെന്നതാണ് ഈ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ഇനി പരിഹാരം കണ്ടെത്താൻ ഇടനില നിൽക്കുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. പരിശോധനകൾക്കെല്ലാം അധികാരം ജില്ലാ കളക്ടറിലേക്ക് വരുന്നതാകും ഈ ഭേദഗതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. വഖഫ് സ്വത്താണോ എന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള, കണ്ടെത്തുന്നതിനുള്ള അധികാരം വഖഫ് ബോർഡിൽ നിന്ന് എടുത്തു മാറ്റുന്നു എന്നതാണ് ഈ ഭേദഗതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഇനി മുതൽ അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സർവേ നടത്തിക്കൊണ്ടാകും അതിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക. ആ സർവേ റവന്യൂ നിയമപ്രകാരമാകും നടക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. വഖഫ് നിയമ ഭേദഗതി വരുന്നതോടെ സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ ഘടന മാറുകയാണ്. ആരൊക്കെയാകും ഇനി സെൻട്രൽ വഖഫ് കൗൺസിലിൽ ഉണ്ടാകുക പരിശോധിക്കാം. 2 വനിതകളടക്കം കൗൺസിലുള്ള എല്ലാ അംഗങ്ങളും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ എന്നതാണ് നിലവിലെ രീതി. ഇത് ഭേദഗതി വരുന്നതോടെ മാറും. 2 മുസ്ലിങ്ങളായ അംഗങ്ങളും ഇനി മുതൽ കൗൺസിലുണ്ടാകും. ഇനി സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ ഘടനയിലേക്ക് വന്നാൽ നിലവിൽ മുസ്ലിം എംപിമാരും MLA-മാരും ബാർ കൗൺസിൽ അംഗങ്ങളും ഒക്കെ ചേർന്നതാണ്. ഇതിൽ ഭേദഗതി വരുന്നതോടെ മാറ്റമുണ്ടാകും. സംസ്ഥാന സർക്കാർ ആയിരിക്കും സ്റ്റേറ്റ് വഖഫ് ബോർഡിലേക്കുള്ള അംഗങ്ങളെ ഇനി നാമനിർദ്ദേശം ചെയ്യുക. ഷിയ, സുന്നി, പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ മുൻഗണന ലഭിക്കും. സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ നിലവിലുള്ള 2 സ്ത്രീകൾ എന്ന മാനദണ്ഡത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടുമില്ല. വഖഫ് ട്രിബ്യൂണലിന്റെ ഘടനയിലും കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ ADM-ഉം മുസ്ലിം നിയമ വിദഗ്ധനുമൊക്കെ അടങ്ങുന്നതാണ് നിലവിലെ വഖഫ് ട്രിബ്യൂണലിന്റെ ഘടന. ഇതിൽ നിന്ന് മുസ്ലിം നിയമ വിദഗ്ധനെ ഒഴിവാക്കും. നിയമ ഭേദഗതി പ്രകാരം വഖഫ് ട്രിബ്യൂണലിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷനും സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു ജോയിന്റ് സെക്രട്ടറിയുമാകും ഇനി ഉണ്ടാവുക. ട്രിബ്യൂണൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളിൽ അപ്പീൽ ഉണ്ടെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ ഹൈക്കോടതിക്ക് ഇടപെടാമെന്നതാണ് നിലവിലെ വ്യവസ്ഥ. ഇതിൽ മാറ്റം വരുത്തും. 90 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവസരവും ഇനി ഉണ്ടാവും. വഖഫ് രജിസ്ട്രേഷനും കണക്ക് പരിശോധിക്കലും ഓഡിറ്റുമെല്ലാം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്നതാണ് പുതിയ നിയമ ഭേദഗതിയിലെ മറ്റൊരു സുപ്രധാന ശുപാർശ.